നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഏരിയ എന്ന ചാപ്റ്ററാണ്. എന്താണ് ഏരിയ? പരപ്പളവ് അല്ലേ? എന്താണ് ഈ പരപ്പളവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സർഫസിൻ്റെ ഉള്ളിലുള്ള സ്പേസിനെയാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്നുകൊണ്ട് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ഫ്ലോറിൽ ടൈൽസ് ഇടണം. അപ്പോൾ എത്ര ടൈലാണ് വേണ്ടതെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടെത്താറുണ്ടല്ലോ. എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? അതിനായി ആദ്യം ഈ ഫ്ലോറിൻ്റെ ഏരിയ എത്രയാണെന്ന് കണ്ടെത്തണം. എന്നാൽ മാത്രമല്ലേ എത്ര ടൈലാണ് അവിടെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് കണ്ടെത്താൻ കഴിയും. ഓരോ ഷേപ്സിനും ഏരിയ കണ്ടെത്തുന്ന രീതി വ്യത്യസ്തമാണ്. അതെങ്ങനെയല്ലാന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ചതുരത്തിൻ്റെ ഏരിയ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. 3 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടെത്താം? അതിന് ആദ്യം ചതുരത്തിൻ്റെ ഏരിയ കണ്ടെത്തുന്നതിനുള്ള സമവാക്യം അറിഞ്ഞിരിക്കണം. നീളം ഇൻറ്റു വീതി എന്നതാണ് ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തുന്നതിനുള്ള സമവാക്യം. ദ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. തന്ന ചതുരത്തിൻ്റെ പിക്ചറിൽ നിന്നും നീളവും വീതിയും കണ്ടെത്താൻ കഴിയില്ലേ? നീളം 3 സെൻറ്റിമീറ്ററും വീതി 4 സെൻറ്റിമീറ്ററും. ഇനി പരപ്പളവ് കണ്ടെത്താൻ എളുപ്പമല്ലേ? പരപ്പളവ് ഈസ് ഈക്വൽ ടു നീളം ഇൻറ്റു വീതി, അതായത് 3 ഇൻറ്റു 4 12 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പം 3 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഈ ചതുരത്തിൻ്റെ പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ചതുരം ഇങ്ങനെ മാത്രമാണോ വരയ്ക്കാൻ കഴിയുക? മറ്റേതെങ്കിലും രീതിയിൽ വരയ്ക്കാൻ കഴിയുമോ? പരപ്പളവ് കണ്ടെത്തുന്നതിനുള്ള സമവാക്യം നീളം ഇൻറ്റു വീതിയാണെന്ന് നമ്മൾ കണ്ടു. പരപ്പളവ് 12. ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് 12 കിട്ടുന്നതെന്ന് നോക്കിയാൽ പോരെ. ഇവിടെ 2 ചതുരങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്ററും വീതി 12 സെൻറ്റിമീറ്ററും. അതിൻ്റെ പരപ്പളവ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. 12 തന്നെയല്ലേ? രണ്ടാമത്തെ ചതുരത്തിൻ്റെയോ? 6 ഇൻറ്റു 2 12 തന്നെ. ഇവിടെ കൂടി പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ തന്നെ. ഇനി ചതുരത്തിൻ്റെ ഒരു വശം 8 സെൻറ്റിമീറ്റർ ആകണമെന്ന് കൂടി പറഞ്ഞാലോ? ഒരു വശം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നമുക്ക് വീതിയാക്കിയെടുക്കാം. വീതി 8 സെൻറ്റിമീറ്റർ, നീളം അറിയില്ല, പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ തന്നെ. പരപ്പളവ് കണ്ടെത്തുന്നതിനായി നീളത്തിനെ വീതി കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. അതിൽ നിന്നും നീളം കണ്ടെത്തിക്കൂടെ? നീളം ഈക്വൽ ടു പരപ്പളവെ ഹരിക്കണം വീതി. പരപ്പളവ് എത്ര? 12. വീതിയോ 8. അപ്പോൾ 12 ഹരിക്കണം 8 1.5 സെൻറ്റിമീറ്റർ. നീളം 1.5 സെൻറ്റിമീറ്ററും വീതി 8 സെൻറ്റിമീറ്ററും ആക്കിയെടുത്തുകൊണ്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ വരച്ചുകൂടെ? ഇതിൻ്റെയും പരപ്പളവ് എത്ര തന്നെയാണ്? 12 ചതുരശ്ര സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ഒന്ന് നോക്കൂ. 24 സെൻറ്റിമീറ്റർ വീതിയും 0.5 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ചതുരമാണിത്. അതിൻ്റെ പരപ്പളവ് എത്രയാണെന്ന് കണ്ടെത്തി നോക്കൂ. 12 തന്നെ അല്ലേ? ഇപ്പോൾ ഇവിടെ കണ്ട എല്ലാ ചതുരത്തിൻ്റെയും പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ തന്നെ. പക്ഷേ നീളവും വീതിയും വ്യത്യസ്തമാണല്ലോ. ഇങ്ങനെ നീളവും വീതിയും വ്യത്യസ്തമാക്കിയെടുത്തുകൊണ്ട് ഒരേ പരപ്പളവുള്ള ചതുരങ്ങൾ വരയ്ക്കാൻ കഴിയും. ഇപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തുന്ന രീതി മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. 4 സെൻറ്റിമീറ്റർ ബേസ് ആക്കിയെടുത്തുകൊണ്ടുള്ള ഒരു ത്രികോണമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. പാദം മാത്രം അറിഞ്ഞുകൊണ്ട് ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടെത്താൻ കഴിയില്ല. അതിന് ഹൈറ്റ് കൂടെ അറിയണം. അതിനായി ഇതിൻ്റെ മൂന്നാമത്തെ മൂലയിൽ നിന്നും ബേസിലേക്ക് ഒരു വര വരയ്ക്കാം. ഇപ്പോൾ ഹൈറ്റ് കിട്ടിയല്ലോ, 6 സെൻറ്റിമീറ്റർ. ഇനി ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തുന്നതിനുള്ള സമവാക്യം എന്താണെന്ന് അറിയണം. അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. തന്നിരിക്കുന്ന ത്രികോണത്തിൻ്റെ പിക്ചറിൽ നിന്നും പാദവും ഉയരവും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. പാദം 4 സെൻറ്റിമീറ്റർ, ഉയരം ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ. പരപ്പളവ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം, അതായത്
അര ഇൻറ്റു 4 ഇൻറ്റു 6 12 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. 4 6 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഈ ചതുരത്തിൻ്റെ പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ കണ്ടെത്തി. ഇനി ഈ ത്രികോണത്തിൻ്റെ ഒരു വശം 8 സെൻറ്റിമീറ്റർ ആകണമെന്ന് കൂടി പറഞ്ഞാലോ? പാദം 8 സെൻറ്റിമീറ്റർ, ഉയരം അറിയില്ല, പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ. പരപ്പളവ് കണ്ടെത്തുന്നതിനായി അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം എന്നാണല്ലോ സമവാക്യം. ഇനി ഇതിൽ നിന്നും ഉയരം കണ്ടെത്തിക്കൂടെ? പരപ്പളവ് ഇൻറ്റു 2 ഹരിക്കണം പാദം = ഉയരം. പരപ്പളവ് 12ഉം പാദം 8ഉം. അങ്ങനെ വരുമ്പോൾ ഉയരം നമുക്ക് കണ്ടെത്താം 3 സെൻറ്റിമീറ്റർ. 8 സെൻറ്റിമീറ്റർ പാദവും 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു ത്രികോണം വരയ്ക്കാം. ഇതിൻ്റെയും പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ തന്നെ. 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ത്രികോണം ഇങ്ങനെ മാത്രമാണോ വരയ്ക്കാൻ കഴിയുക? മറ്റേതെങ്കിലും രീതിയിൽ വരയ്ക്കാൻ കഴിയുമോ? നോക്കാം. ഇവയുടെ എല്ലാം ബേസും ഹൈറ്റും സെയിം ആണ്. അതേപോലെ തന്നെ പരപ്പളവും സെയിം ആണ്. പക്ഷേ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. ഈ ത്രികോണങ്ങളെല്ലാം ഒരേ ബേസ് വരത്തക്ക രീതിയിൽ വരച്ചാലോ? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരേ ബേസും മൂന്നാം മൂലകളെല്ലാം കൂട്ടി വരയ്ക്കുന്ന ഒരു സമാന്തര രേഖയിൽ വരികയാണെങ്കിൽ ആ ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവ് തുല്യമായിരിക്കും. ഇപ്പോൾ ത്രികോണത്തിൻ്റെയും ചതുരത്തിൻ്റെയും പരപ്പളവ് കണ്ടെത്തുന്ന രീതി മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? താങ്ക് യു.